ഹലോ ഗൈസ്, വെൽക്കം ടു കൊടൈക്കനാൽ വ്ലോഗ്. അപ്പൊ ഞാനിന്ന് എന്റെ പിള്ളേരുടെ കൂടെ കൊടൈക്കനാലിന് ട്രിപ്പ് പോവാണ്. 2 ദിവസത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പല പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അമ്മയുടെ വീട്ടിൽ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി എൻ്റെ ഒരു സ്റ്റുഡന്റ് ആണ് പിക്ക് ചെയ്തത്. അങ്ങനെ സ്റ്റാഫ് റൂമിലെത്തി എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. കുട്ടികളുടെ കൺസൾട്ട് ലെറ്റേഴ്സ് ഒക്കെ എടുത്തു വെച്ച് ഞാൻ ട്രിപ്പ് പോകാൻ റെഡി ആയി നിൽക്കുമ്പോഴാണ് നമ്മുടെ രോഹിണി മിസ് മേക്കപ്പെടുന്നു. അങ്ങനെ രോഹിണി മിസ്സിന്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ പല ഡിപ്പാർട്ട്മെന്റ്സിലുള്ള കൊളീഗ്സിനെ കണ്ടു. അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ കൊടൈക്കനാലിൽ പോകാനായിട്ട് വണ്ടി വന്ന് കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഓൾറെഡി കുട്ടികളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങളാണോ കുട്ടികളാണോ ട്രിപ്പ് പോകണമെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ വന്നു. പിള്ളേരെല്ലാം ഭയങ്കര എനർജറ്റിക് ആയിട്ട് പൂത്തിരി കമ്പത്തിരി മത്താപ്പൂ എല്ലാം ഉണ്ടായിരുന്നു. ക്രിസ്മസും കൂടെ ഒരുമിച്ച് ആഘോഷിച്ചിട്ടാണ് അവർ വണ്ടിയിലേക്ക് കയറിയത്. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ ഇനി ഒരു 5:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കൊടൈക്കനാലിലെത്തും. അപ്പോൾ അതുവരെ ഞങ്ങൾ നല്ല വൈബ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്ത് പോയൊരു ട്രിപ്പായിരുന്നു. അങ്ങനെ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞ് വെളുപ്പിന് ഒരു 5:30 ആയപ്പം ഞങ്ങൾ കൊടൈക്കനാലിലെത്തി. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, നല്ല തണുപ്പുണ്ടായിരുന്നു. എല്ലാവരും തണുപ്പ് മാറ്റാനുള്ള പല പല മെത്തേഡ്സ് കണ്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങൾ വന്ന വഴിയെ തന്നെ റൂമിൽ കയറി ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്തിറങ്ങി ഒന്ന് വ്യൂസ് ഒന്ന് കാണാനായിട്ട് പോയി. നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് എന്താണത്, വേറെ നല്ല തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അലിൻ മിസ്സും രോഹിണി മിസ്സും നമ്മുടെ ബിൽബി മിസ്സും കൂടെ രാവിലെ തന്നെ സൂംബ ഡാൻസ് കളിച്ചതാണ് എന്നവർ പറയുന്നു. ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴാണ് നമ്മുടെ സ്റ്റുഡൻസും പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി മുറിക്ക് പുറത്തോട്ട് ചടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേര് ഒരുമിച്ച് ആ വ്യൂ ആസ്വദിക്കാൻ തുടങ്ങി. അങ്ങനെ തിരിച്ച് റൂമിലെത്തി കഴിഞ്ഞപ്പോൾ രോഹിണി മിസ് പറഞ്ഞു, രാവിലെ ഡാൻസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്, നല്ലൊരു എക്സസൈസ് ആണെന്ന്. എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിട്ടൊന്നുമല്ല, രാവിലെ അഭ്യാസം കാണിക്കുന്നത് തണുപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രാവിലത്തെ പരാക്രമങ്ങൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും രാവിലെ തന്നെ റൂമിൽ നിന്ന് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് റെഡി ആവുന്നതിന് മുന്നേ പിള്ളേർ റെഡി ഇറങ്ങി. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു പിള്ളേർ. പക്ഷെ ഞങ്ങളുടെ പിള്ളേർ അടിപൊളി പിള്ളേരായതുകൊണ്ട് ടീച്ചേഴ്സാണ് വൈകി ഇറങ്ങിയത്, പിള്ളേർ നേരത്തെ. രാവിലെ എഴുന്നേൽക്കാനൊക്കെ മടിയുള്ള സാറന്മാരെ നമ്മൾ റൂമിൽ കയറി കുത്തിപ്പൊക്കേണ്ട അവസ്ഥയായിരുന്നു. അത് വെറുതെ, അവരൊക്കെ നേരത്തെ റെഡിയായി ഇറങ്ങിയവരാണ്. നമ്മളൊന്ന് റൂം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അങ്ങനെ റൂമൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് രാവിലെ നമ്മൾ കണ്ട വ്യൂ ഒന്നോടെ കാണാനായിട്ടൊരു മോഹം. അങ്ങനെ ആ ഒരു വെളിച്ചത്തിൽ, നല്ല തെളിഞ്ഞ വെളിച്ചത്തിൽ, ആ പ്രഭാതത്തിൽ നമ്മൾ ആ വ്യൂ ഒന്നോടെ കണ്ടിട്ട് ഇറങ്ങി. ബാക്കി വിശേഷങ്ങൾ അടുത്ത പാർട്ടിൽ. അപ്പോൾ ബൈ.